നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. നോർവേ ചെസ്സിലെ 9 റൗണ്ടുകൾ പൂർത്തിയായിരിക്കുകയാണ്. 9ാം റൗണ്ടിൽ ലോക ചാമ്പ്യൻ ഗുഗേഷും ചൈനീസ് ഗ്രാൻഡ് മാസ്റ്റർ വേയിയും തമ്മിൽ നടന്ന വളരെ രസകരമായിട്ടുള്ളൊരു ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിമിൽ ഗുഗേഷ് വൈറ്റ് സൈഡും വേയി ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് E4 മൂവ് ചെയ്തുകൊണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് E5 മൂവ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് E5 പോണെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ പോണിനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. പെട്രോവ് ഡിഫൻസ് ആണ്. ഗുഗേഷിയുടെ ആ എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവുകയാണ്. നൈറ്റ് വെച്ച് പോൺ എടുക്കുന്നു. ഇത് പെട്രോവ് ഡിഫൻസിന്റെ ക്ലാസിക്കൽ വേരിയേഷൻ ആണ്. ബ്ലാക്കിന് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ നൈറ്റ് വെച്ച് പോൺ എടുക്കാം. എന്നാൽ ബ്ലാക്ക് ആദ്യം പോൺ വെച്ച് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റിയ ശേഷം നൈറ്റ് വെച്ച് പോൺ എടുക്കുന്നു. വൈറ്റ് അടുത്ത നൈറ്റിനെ C3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബ്ലാക്കിന്റെ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് നൈറ്റ് വെച്ച് നൈറ്റ് കൊണ്ടുവന്നു. വൈറ്റ് പോൺ വെച്ച് തിരിച്ചു കിട്ടുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ E7ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് കാസ്റ്റിംഗിലുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. വൈറ്റ് ബിഷപ്പിനെ E3ലേക്ക് ഡെവലപ്പ് ചെയ്ത ശേഷം കിങ്സിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിനും അടുത്ത ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് കാസ്റ്റിംഗിലുള്ള സൗകര്യം ഉണ്ടാക്കാം. എന്നാൽ വൈറ്റ് ഇവിടെ ക്വീൻ സെല്ലിലേക്കാണ് കാസ്റ്റിംഗിന് ശ്രമിക്കുന്നത്. അതിനായിട്ട് ക്വീനിനെ D3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ D7ലേക്ക് ഡെവലപ്പ് ചെയ്ത ശേഷം ക്വീൻ സെല്ലിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ പീസുള്ള ഗെയിമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ആദ്യം നൈറ്റിനെ C5ലേക്ക് പോയതുകൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ഇപ്പോൾ ബിഷപ്പ് വെച്ച് നൈറ്റിനോട് എടുക്കുകയാണെങ്കിൽ ബ്ലാക്കിന് പോൺ വെച്ച് തന്നെ തിരിച്ചു കിട്ടാം. ഇപ്പോൾ ക്വീനെതിരെ അറ്റാക്ക് വരുമെങ്കിലും ആ ക്വീന് 2 പീസുകളുടെ സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് ഗുഗേഷ് ഇപ്പോൾ ഇങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. ക്വീനെ C4ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ E6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ക്വീനെതിരെ വീണ്ടും അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ക്വീനെ F4ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതോടെ ബ്ലാക്കിന്റെ നൈറ്റ് അറ്റാക്കിലായിരിക്കുകയാണ്. D6ലെ പോൺ പിന്നിങ്ങിലായതുകൊണ്ട് തന്നെ ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ടുമ്പോൾ ആ പോൺ വെച്ച് തിരിച്ചിട്ടാൻ പറ്റില്ല. ബ്ലാക്ക് വളരെ മികച്ച രീതിയിൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കുകയാണ്. D5 മൂവ്കൊണ്ട് നൈറ്റിനെ ബിഷപ്പ് വെച്ച് സപ്പോർട്ട് ചെയ്യുന്നു. ഈ മൂവിന് പിന്നിൽ 2-3 ഉദ്ദേശങ്ങളുണ്ട്. ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ D6 സ്ക്വയർ കൂടെ ഫ്രീ ആയിട്ടുണ്ട്. വൈറ്റ് ഇപ്പോൾ ഈ പിൻ ഉപയോഗപ്പെടുത്തുന്നതിനായിട്ട് C4 മൂവ്കൊണ്ട് പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുകയാണെങ്കിൽ ബ്ലാക്കിന് അടുത്ത പോൺ വെച്ച് ആ പോണിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു അറ്റാക്കിലേക്ക് പോകുന്നില്ല. പകരം നൈറ്റിനെ D4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിന്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ആ ബിഷപ്പിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല. പകരം അടുത്ത ബിഷപ്പിനെ D6ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിന്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ക്വീനെ F3ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്കിന്റെ ഭാഗത്തുനിന്നും വീണ്ടും ഒരു സ്ട്രോങ് മൂവ് വരെയാണ്. ക്വീനെ D7ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബിഷപ്പിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഈ മൂവിന് പിന്നിലും 2 ഉദ്ദേശങ്ങളുണ്ട്. ഇപ്പോൾ ഈ ബിഷപ്പിന് സപ്പോർട്ട് കൊടുക്കുക എന്നതല്ല പ്രധാന ഉദ്ദേശം. ഇവിടെ ഇപ്പോൾ വൈറ്റിന്റെ ക്വീനും റൂക്കും ഒരേ ഡയഗണലാണുള്ളത്. ഇനി അടുത്ത മൂവിൽ ബിഷപ്പ് വെച്ച് ഇങ്ങനെ ഒരു അറ്റാക്ക് കൊടുക്കുക എന്നതാണ് ബ്ലാക്കിന്റെ പ്ലാൻ. വൈറ്റ് ഇപ്പോൾ നൈറ്റ് വെച്ച് ബിഷപ്പിനെ ഇട്ടെടുക്കുകയാണെങ്കിൽ ബ്ലാക്കിന് പോൺ വെച്ച് തിരിച്ചിട്ടുകൊണ്ട് വീണ്ടും ക്വീനെതിരെ ഡിസ്കവർ അറ്റാക്ക് കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോഴും ഇങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. ഈ അറ്റാക്കോടെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് H3 ചെയ്തുകൊണ്ട് G4 സ്ക്വയറിലേക്ക് ഒരു കൺട്രോളർ കൊണ്ടുവരുന്നു. ഇവിടെ ഇപ്പോൾ ഈ B5 സ്ക്വയറിലേക്ക് വൈറ്റിന് 2 പീസിൽ വെച്ച് കൺട്രോൾ ഉള്ളതുകൊണ്ട് വൈറ്റിനും ഇവിടെ ഒരു കൗണ്ടർ അറ്റാക്കിനുള്ള ചാൻസ് ഉണ്ട്. അടുത്തൊരു അറ്റാക്കിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ബ്ലാക്ക് ആ പ്രശ്നം പരിഹരിക്കുകയാണ്. C5 ചെയ്തുകൊണ്ട് B5 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. ഇതോടെ ഗുഗേഷ് കിങ്സിലേക്ക് ഒരു അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം G4 മൂവ് ചെയ്യുന്നു. എന്നാൽ ബ്ലാക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ F5 ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് F5 ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ആ പോണിനിപ്പോൾ 3 പീസുകളുടെ സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് ഗുഗേഷ് ഇപ്പോൾ ആ എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം G5 മൂവ് ചെയ്യുന്നു. ഇതോടെ ബ്ലാക്കിന് അടുത്തൊരു അറ്റാക്കിന് ചാൻസ് ഇട്ടിരിക്കുകയാണ്. F4 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ബിഷപ്പിനെ D2ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ഓരോ മൂവിന് ശേഷവും ബ്ലാക്കിന്റെ കരുക്കൾ കൂടുതൽ സ്ട്രോങ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. റൂക്കിനെ E8ലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റിന് ഇപ്പോഴും ഈ H പോണിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ആ പോണോട് നിന്ന് മാറുകയാണെങ്കിൽ ബിഷപ്പ് വെച്ച് വീണ്ടും ഇങ്ങനെ ഒരു അറ്റാക്ക് വരും. ഗുഗേഷ് ആദ്യം റൂക്കിനെ G1ലേക്ക് കൊണ്ടുവന്ന് G4 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. ഇതോടെ ബ്ലാക്ക് പ്ലാനിൽ ചേഞ്ച് വരുത്തുകയാണ്. അടുത്തായിട്ട് ബിഷപ്പിനെ F5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് E5 ഓപ്പൺ ചെയ്യുന്നു. ഇനി അടുത്ത മൂവിൽ ബിഷപ്പിനെ E4ലേക്ക് കൊണ്ടുവന്ന് ക്വീനെതിരെ ഇങ്ങനെ അറ്റാക്ക് കൊടുക്കാനും ആ ബിഷപ്പിനെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്കോറിലേക്ക് എത്തിക്കുക എന്നാണ് ബ്ലാക്കിന്റെ പ്ലാൻ. ഇനിയും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് വൈറ്റ് ആ ബിഷപ്പിനെ അവിടെ നിന്ന് ഒഴിവാക്കാണ്. നൈറ്റ് വെച്ച് ബിഷപ്പിനെ ഇട്ടുന്നു. ബ്ലാക്ക് ക്വീനെ വെച്ച് തിരിച്ചിട്ടുന്നു. ഇവിടെ വൈറ്റ് C4 മൂവ് ചെയ്ത ശേഷം ബ്ലാക്ക് നൈറ്റിനെ E4ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിന്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് അടുത്ത ബിഷപ്പിനെ D3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെ പിൻ ചെയ്യുന്നു. ബ്ലാക്ക് ക്വീനെ പിന്നിങ്ങിൽ നിന്നും E5ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് റൂക്കിനെ E1ലേക്ക് കൊണ്ടുവന്ന് ആ നൈറ്റിനെ വീണ്ടും പിൻ ചെയ്യുന്നു. ബ്ലാക്കിനെ പോലെ വേണമെങ്കിൽ ഇവിടെ ഒരു സിമ്പിൾ ട്രാപ്പിന് ശ്രമിക്കാമായിരുന്നു.
അതായത് ബിഷപ്പിനെ A3 കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു അറ്റാക്ക് കൊടുത്തുകൊണ്ട് ആ ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യാം. വൈറ്റ് അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ക്വീൻ A1 ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആണ്. എന്നാൽ ഇതൊരു സ്ട്രോങ് അറ്റാക്ക് അല്ല. ഇവിടെ വൈറ്റ് C3 മൂവ് കൊണ്ട് ഈ ഡയഗണൽ ക്ലോസ് ചെയ്യുമ്പോൾ ഈ ബിഷപ്പ് അറ്റാക്കിലാകും. അതുകൊണ്ട് തന്നെ ആ ബിഷപ്പിനെ തിരിച്ചു കൊണ്ടുവേണ്ടി വരും. ഇവിടെ കളിക്കുന്നത് ലോക ചാമ്പ്യനെതിരാണെന്നുള്ള വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ അങ്ങനെ ഒരു അറ്റാക്കിന് ശ്രമിക്കുന്നില്ല. പകരം ബിഷപ്പിനെ C5 കൊണ്ടുവന്ന് F2 പോണിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊടുക്കുന്നു. ഈ അറ്റാക്കും അത്ര സ്ട്രോങ് അല്ല. അതുകൊണ്ട് തന്നെ ഗുഗേഷ് ഇവിടെ ഒരു പോൺ എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. പോൺ വെച്ച് പോൺ എടുക്കുന്നു. ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പ് വെച്ച് ഈ F2 പോൺ എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു ഫോർക്കിന് ശ്രമിക്കുകയാണെങ്കിൽ വൈറ്റിന് ആദ്യം റൂക്ക് വെച്ച് ഈ നൈറ്റിനെ എടുക്കാം. ഇതോടെ ബ്ലാക്കിൻ്റെ ക്വീനും ബിഷപ്പും ഒരേ സമയം അറ്റാക്കിലാവും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ അങ്ങനെ ഒരു ഫോർക്കിന് ശ്രമിക്കുന്നില്ല. ആദ്യം പോൺ വെച്ച് പോൺ എടുത്തുകൊണ്ട് ആ നൈറ്റിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇപ്പോൾ ആ നൈറ്റിന് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ ബ്ലാക്കിന് ഇനി നേരത്തെ പ്ലാൻ ചെയ്ത അറ്റാക്കിലേക്ക് പോകാം. ഈ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യാനായിട്ട് വൈറ്റിന് ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എന്നാൽ ഏത് രീതിയിലാണ് ഈ പോണിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നത് വളരെ പ്രധാനമാണ്. നമുക്ക് ഇവിടെയുള്ള പ്രധാന ഓപ്ഷനുകൾ വേഗത്തിലൊന്ന് നോക്കാം. ഇപ്പോൾ G1 റൂക്കിനെ F1 കൊണ്ടുവന്ന് പോണിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ G5 പോണിനുള്ള സപ്പോർട്ട് നഷ്ടപ്പെടും. എന്നാൽ ആ പോണിനെ കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് G2 റൂക്കിനെ കൊണ്ടുവരുന്നതെങ്കിൽ ഈ E1 റൂക്കിനുള്ള ഒരു സപ്പോർട്ട് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ബ്ലാക്കിന് ഈ നൈറ്റ് വെച്ച് ബിഷപ്പിനെ എടുത്തുകൊണ്ട് ഒരു പീസിനെ പൂർണ്ണമായും ലാഭം നേടിയെടുക്കാൻ കഴിയും. ഇവിടെ ഇപ്പോൾ റൂക്കിന് വേറെ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് കിങ് വെച്ച് നൈറ്റ് ഔട്ടാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ക്വീൻ വെച്ച് റൂക്കിനോട്ട് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക് മേറ്റ് ആവും. അല്ലാതെ ആദ്യം റൂക്ക് വെച്ച് ക്വീൻ എടുത്താലും ബ്ലാക്കിനും നൈറ്റ് വെച്ച് ക്വീൻ എടുക്കാം. ഇപ്പോഴും ബ്ലാക്കിന് ഒരു പീസ് പൂർണ്ണമായും ലാഭം കിട്ടും. അല്ലാതെ ഈ റൂക്കിനെ G1 തന്നെ നിലനിർത്തിക്കൊണ്ട് അടുത്ത റൂക്കിനെ F1 കൊണ്ടുവന്ന് ആ പോണിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ബ്ലാക്കിന് നേരത്തെ പ്ലാൻ ചെയ്ത അറ്റാക്കിലേക്ക് പോകാം. അതായത് ബിഷപ്പിനെ A3 കൊണ്ടുവന്ന് ക്വീൻ വെച്ച് ഇങ്ങനെ അറ്റാക്ക് കൊടുക്കാം. ഇപ്പോൾ നേരത്തെ കണ്ടുപോലെ C3 മൂവ് കൊണ്ട് ഈ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ബ്ലാക്കിന് ബിഷപ്പ് വെച്ച് പോൺ എടുത്തുകൊണ്ട് ആ ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യാം. വൈറ്റ് ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നൈറ്റ് വെച്ച് D2 ബിഷപ്പിനെ ഇട്ടെടുത്തുകൊണ്ട് വീണ്ടും ഇങ്ങനെ ഒരു ഫോർക്ക് കൊടുക്കാനും ആ റൂക്കിനെ കൂടെ നേടിയെടുക്കാനും ബ്ലാക്കിന് അവസരം കിട്ടും. ഇനിയിപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാതെ കിങ്ങിനെ എങ്ങോട്ടെങ്കിലും മാറ്റുകയാണ് ചെയ്യുന്നതെങ്കിലും നൈറ്റ് വെച്ച് ആ ബിഷപ്പിനെ എടുക്കാം. അപ്പോഴും ഇങ്ങനൊരു ഫോർക്ക് ഉണ്ട്. അതൊഴിവാക്കുന്നതിനായിട്ട് ഇപ്പോൾ കിങ് വെച്ച് നൈറ്റിനോട്ട് എടുക്കുകയാണെങ്കിൽ ക്വീൻ വെച്ച് C3 പോണിനോട്ട് ചെക്ക് വരികയും അടുത്ത മൂവിൽ തന്നെ ചെക്ക് മാറ്റ് ആകുകയും ചെയ്യും. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ഇങ്ങനെയെല്ലാം അറ്റാക്കിന് സാധ്യതയുള്ളതുകൊണ്ട് ഗുഗേഷ് ഇവിടെ കൃത്യമായിട്ടുള്ള മൂവിനാണ് ചെയ്യുന്നത്. E1 റൂക്കിനെ E2 കൊണ്ടുവന്ന് പോണിനെയും ബിഷപ്പിനെയും ഒരുമിച്ച് സപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ബ്ലാക്ക് ഇവിടെ വീണ്ടും ഒരു സ്ട്രോങ് അറ്റാക്ക് കൊടുക്കുകയാണ്. നൈറ്റ് വെച്ച് D2 ബിഷപ്പിനോട്ട് എടുത്തുകൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇതും നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെയധികം ശ്രദ്ധിച്ച് റിപ്ലൈ ചെയ്യേണ്ട ഒരു മൂവാണ്. ഗുഗേഷ് ഇവിടെ വളരെ മികച്ച രീതിയിൽ തന്നെ ഈ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യുകയാണ്. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം ഗുഗേഷിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. വൈറ്റിന് ഇപ്പോൾ തന്നെ ഒരു ബിഷപ്പ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ തന്നെ റൂക്ക് വെച്ച് നൈറ്റിനോട്ട് എടുക്കുകയാണെങ്കിൽ റൂക്കും കിങ്ങും ഒരേ ഡയഗണലിലേക്ക് വരും. ബിഷപ്പിനെ E3 കൊണ്ടുവന്ന് ഇങ്ങനെ അറ്റാക്ക് കൊടുക്കുക. ഇപ്പോൾ പോൺ വെച്ച് ബിഷപ്പിനോട്ടാണെങ്കിൽ പോൺ വെച്ച് തിരിച്ചോട്ടിക്കൊണ്ട് റൂക്കിനെതിരെയും ക്വീനെതിരെയും ഒരുമിച്ച് അറ്റാക്ക് വരും. അല്ലാതെ കിങ് വെച്ച് നൈറ്റിനോട്ട് എടുക്കുകയാണെങ്കിൽ കിങ് വെച്ച് ഈ B2 കൊണ്ടുവരുന്ന സപ്പോർട്ട് നഷ്ടപ്പെടും. ആദ്യം ക്വീൻ വെച്ച് B2 പോൺ എടുക്കാനും അതിനുശേഷം ബിഷപ്പ് വെച്ച് ഇങ്ങനെ ഒരു ചെക്ക് കൊടുത്തുകൊണ്ട് വളരെ വേഗത്തിൽ ഒരു ചെക്ക് മേറ്റിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ നൈറ്റിനെ തിരിച്ചു കിട്ടുന്നത് നല്ല മൂവല്ല. എന്നാൽ റൂക്ക് വെച്ച് ക്വീനാണ് എടുക്കുന്നതെങ്കിൽ ബ്ലാക്കിനും നൈറ്റ് വെച്ച് ക്വീനോട്ട് എടുത്തുകൊണ്ട് രണ്ട് റൂക്കുകളെയും ഈ പോണിനെയും ഫോർക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ റൂക്കുകൾ തമ്മിൽ എക്സ്ചേഞ്ചിലേക്ക് പോയാലും ഈ ഫോർക്ക് നിലനിൽക്കും. വൈറ്റിന് ഇപ്പോൾ തന്നെ ഒരു ബിഷപ്പ് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇനി ഈ പോൺ കൂടെ നഷ്ടപ്പെടാതിരിക്കാൻ റൂക്കിനെ അറ്റാക്കിൽ നിന്നും G2 മൂവ് ചെയ്യുന്നതെങ്കിൽ ഇവിടേക്കുള്ള കൺട്രോൾ നഷ്ടപ്പെടുകയും റൂക്ക് വെച്ച് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക് മാറ്റ് ആകുകയും ചെയ്യും. എന്നാൽ ഒരു ബ്രില്യൻ്റ് മൂവിലൂടെയാണ് ഗുഗേഷ് ഈ പ്രശ്നം പരിഹരിക്കുന്നത്. വൈറ്റിന് ഇപ്പോൾ തന്നെ ഒരു ബിഷപ്പ് നഷ്ടമായിട്ടുണ്ട്. ഗുഗേഷ് ഇവിടെ അടുത്തൊരു സാക്രിഫൈസ് കൂടെ ചെയ്യാണ്. ബിഷപ്പ് വെച്ച് H7 പോണിനോട്ട് ചെക്ക് കൊടുത്തുകൊണ്ട് ബിഷപ്പിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ക്വീൻ വെച്ച് ചെക്ക് കൊടുത്ത ശേഷം ബ്ലാക്കിൻ്റെ ക്വീനെ നേടുകയാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം കിങ്ങിനെ H8 മൂവ് ചെയ്യുന്നു. ഇതോടെ വൈറ്റിൻ്റെ റൂക്കും ക്വീനും ഒരുമിച്ച് അറ്റാക്കിലായിരിക്കുകയാണ്. നേരത്തെ കൊണ്ടല്ലേ ഇപ്പോഴും വൈറ്റ് ഒരു ക്വീൻ എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ആ എക്സ്ചേഞ്ചിന് ശേഷം ബ്ലാക്കിന് ഒരു എക്സ്ട്രാ പീസ് കിട്ടും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ഈ ക്വീനുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. പകരം റൂക്ക് വെച്ച് നൈറ്റിനോട്ട് എടുത്തുകൊണ്ട് ആ ക്വീനെതിരെയുള്ള അറ്റാക്ക് ഒഴിവാക്കുന്നു. ഇവിടെ ഉണ്ടിരുന്ന റൂക്ക് ഇങ്ങോട്ടേക്ക് മാറിയതോടെ ബ്ലാക്കിൻ്റെ ക്വീനെതിരെയുള്ള അറ്റാക്കും ഒഴിവായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് കിങ് വെച്ച് ആ ബിഷപ്പിനെ കൂടെ വെട്ടിയെടുക്കുന്നു. ഇതോടെ വൈറ്റിന് ഒരു പീസ് പൂർണ്ണമായും നഷ്ടമായിരിക്കുകയാണ്.
ഗുഗേഷ് ആ നഷ്ടപ്പെട്ട പീസിനെ തിരിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. റൂക്ക് ഉപയോഗിച്ച് D5 പോണ്ടിട്ടുണ്ട്. ബ്ലാക്കിന്റെ ക്വീനെയും ബിഷപ്പിനെയും ഫോർക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ക്വീനെ അറ്റാക്ക് നിന്ന് രക്ഷിക്കുന്നതിനായിട്ട് ക്വീനെ E7 കൊണ്ടുവരികയാണെങ്കിൽ വൈറ്റിന് വളരെ വേഗം ഗെയിം വിജയിക്കാൻ കഴിയും. അതായത് ആദ്യം G6 മൂവ് കൊണ്ട് ചെക്ക് കൊടുക്കുക. അതിൽ എങ്ങോട്ട് തന്നെ മൂവ് ചെയ്താലും ക്വീൻ കൂടെ H5 വരാനും ഇവിടെ വളരെ വേഗത്തിൽ ഒരു ചെക്ക് മേറ്റിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ഈ പ്രശ്നം ഒരു ക്വീൻ എക്സ്ചേഞ്ചിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ക്വീനെ E2 കൊണ്ടുവന്ന് ഒരു ക്വീൻ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ ഈ ഓഫർ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ എക്സ്ചേഞ്ചിന് ശേഷം വൈറ്റിന് ആ ബിഷപ്പിനെ കൂടെ നേരിടുകയെങ്കിലും ഇവിടെ വൈറ്റിന്റെ ഒരു പോൺ നഷ്ടപ്പെടുകയും ബ്ലാക്കിന് 2 റൂക്കുകളുടെ സപ്പോർട്ടോടു കൂടിയ ഒരു സ്ട്രോങ് പാസ്ഡ് പോൺ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഗുഗേഷ് ഇപ്പോൾ ഇങ്ങനൊരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. ആദ്യം G6 മൂവ് കൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്കിനിപ്പോൾ 3 സ്കോറിലേക്ക് പോവാം. ബ്ലാക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്കോറിലേക്ക് തന്നെ മാറ്റാണ്. കിങ്ങിനെ G8 മൂവ് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോഴും ഈ ക്വീൻ എക്സ്ചേഞ്ചിലൂടെ നഷ്ടപ്പെട്ട പീസിനെ നേടിയെടുക്കാൻ ശ്രമിക്കുന്നില്ല. പകരം ഈ ക്വീൻ അറ്റാക്കിൽ നിന്ന് മാറ്റാണ്. ക്വീനെ B3 മൂവ് ചെയ്തുകൊണ്ട് ഒരു പിൻ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു. ഇനി അടുത്ത മൂവിൽ റൂക്ക് ഉപയോഗിച്ച് ക്വീൻ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഡിസ്ക് വേർഡ് ചെക്ക് കൊടുക്കാനും ആ ക്വീനെ നേടിയെടുക്കാനാണ് വൈറ്റ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ അഡ്വാൻസ് ആയിട്ട് കിങ്ങിനെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ വൈറ്റിന് റൂക്ക് ഉപയോഗിച്ച് ഈ ബിഷപ്പിനെ എടുക്കാം. അപ്പോൾ എന്തായാലും ബ്ലാക്കിന് ഈ F2 പോണ്ട് എടുക്കാൻ പറ്റില്ല. അങ്ങനെ വെട്ടിയെടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു ഫോർക്കിന് ശ്രമിക്കുകയാണെങ്കിൽ ഈ H5 കൺട്രോൾ നഷ്ടപ്പെടുകയും റൂക്ക് H5 ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക് മെറ്റ് ആകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വൈറ്റിന്റെ ഈ അറ്റാക്ക് വളരെ സ്ട്രോങ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബ്ലാക്ക് ലാഭം കിട്ടിയ പീസിനെ തിരിച്ചു കൊടുത്തുകൊണ്ട് ഒരു ക്വീൻ എക്സ്ചേഞ്ചിന് ശ്രമിക്കുകയാണ്. ബിഷപ്പിനെ E3 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇത് ബിഷപ്പ് സാക്രിഫൈസ് ആണ്. വൈറ്റ് അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ക്വീൻ വെച്ച് തിരിച്ചോട്ടിക്കൊണ്ട് വീണ്ടും ഇങ്ങനെ ഒരു ഫോർക്കും ചെക്ക് കൊടുക്കാം. അപ്പോൾ എന്തായാലും ക്വീൻ വെച്ച് തിരിച്ചോട്ടേണ്ടി വരും. ആ എക്സ്ചേഞ്ചിന് ശേഷം നേരത്തെ കൊണ്ടല്ലേ ബ്ലാക്കിന് ഇവിടെ ഒരു പാസ്ഡ് പോൺ കിട്ടുകയും ചെയ്യും. ഇവിടെ ഇപ്പോൾ ബിഷപ്പ് വെച്ച് ചെക്ക് കൊടുക്കുന്നതിന് പകരം അതേ സ്ക്വയറിലേക്ക് റൂക്കിനെ കൊണ്ടുവന്ന് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നതായിരുന്നു കുറച്ചുകൂടെ സ്ട്രോങ് മൂവ്. എന്തായാലും വൈറ്റ് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കിങ്ങിനെ B1 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ ഈ ബിഷപ്പിനെ അറ്റാക്കിൽ നിന്നും മാറ്റാനോ അല്ലെങ്കിൽ ബിഷപ്പ് വെച്ച് പോണിനെ എടുത്തുകൊണ്ട് റൂക്കിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നേരത്തെ കണ്ട പോലെ റൂക്കിനെ മാറ്റിക്കൊണ്ട് ഡിസ്ക് വേർഡ് ചെക്ക് വരികയും ബ്ലാക്കിന് ക്വീൻ നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ബ്ലാക്ക് അഡ്വാൻസ് ആയിട്ട് കിങ്ങിനെ ഈ ഡയഗണലിൽ നിന്ന് മാറ്റുകയാണ്. കിങ്ങിനെ H8 മൂവ് ചെയ്യുന്നു. അതിനുശേഷം വൈറ്റ് ആ നഷ്ടപ്പെട്ട ബിഷപ്പിനെ തിരിച്ചെടുക്കുകയാണ്. പോൺ വെച്ച് ബിഷപ്പിനെ ഇട്ടുന്നു. ബ്ലാക്ക് റൂക്ക് വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ക്വീനെ B4 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിന്റെ റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് റൂക്കിനെ C8 കൊണ്ടുവന്ന് C2 സ്കോറിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് അടുത്ത റൂക്കിനെ C1 കൊണ്ടുവന്ന് ആ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യുന്നു. ബ്ലാക്ക് റൂക്കിനെ E4 കൊണ്ടുവന്ന് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ക്വീനെ A5 മൂവ് ചെയ്യുന്നു. ഇത് ഗെയിമിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇപ്പോൾ വൈറ്റിൻ്റെ റൂക്കിനും ക്വീനും ഈ D8 സ്കോറിലേക്കും അതുപോലെ സ്കോറിലേക്കും ഒരേപോലെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്വീൻ്റെ ഈ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നതിനായിട്ട് B6 ഇതുകൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുകയാണെങ്കിൽ വൈറ്റിന് ആദ്യം റൂക്കിനെ H5 കൊണ്ടൊന്ന് ചെക്ക് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഒന്നിൽ ക്വീനെ വെച്ച് വെട്ടേണ്ടി വരും, അല്ലെങ്കിൽ കിങ്ങിനെ മാറ്റേണ്ടി വരും. കിങ്ങിനെ G8 മൂവ് ചെയ്യുകയാണെങ്കിൽ ക്വീനെ D5 കൊണ്ടുവന്ന് ഇങ്ങനൊരു ചെക്ക് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ കിങ്ങിനെ മൂവ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക് മേറ്റ് ആണ്. അതുകൊണ്ട് റൂക്ക് വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ഈ സമയത്ത് ക്വീൻ F5 ഇങ്ങനൊരു അറ്റാക്ക് വരുന്നതോടെ ബ്ലാക്കിന് ഇതിൽ ഒരു റൂക്ക് നഷ്ടപ്പെടും. ഇവിടെ ഇപ്പോൾ ചെക്ക് മേറ്റ് ഫിഷൻ ഉള്ളതുകൊണ്ട് ഒരു പീസിനെ നഷ്ടപ്പെടുത്താതെ ബ്ലാക്കിന് ഈ ചെക്ക് മേറ്റിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ല. ഇപ്പോൾ ഈ ചെക്ക് മേറ്റ് ഒഴിവാക്കുന്നതിനായിട്ട് റൂക്ക് വെച്ച് പോണ്ടിട്ടുകയോ അല്ലെങ്കിൽ റൂക്കിനെ E7 കൊണ്ടുവന്ന് ഈ സ്കോർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ C8 റൂക്ക് നഷ്ടപ്പെടും. അല്ലാതെ ആ C8 റൂക്കിനെ F8 കൊണ്ടുവന്ന് ക്വീനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ ആ സ്കോർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അടുത്ത 2 മൂവിൽ ചെക്ക് മേറ്റ് ആണ്. ആദ്യം റൂക്കിനെ H3 കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് ആ റൂക്കിനെ സാക്രിഫൈസ് ചെയ്യുക. കിങ് വെച്ച് റൂക്കിനെ ഇട്ടുമ്പോൾ ക്വീന് വെച്ച് റൂക്കിനിട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആവും. നമുക്കിനി ഗെയിമിലേക്ക് വരാം. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ഈ ക്വീനെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. പകരം അഡ്വാൻസ് ആയിട്ട് കിങ്ങിനെ G8 മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോഴും ഈ D8 സ്കോറിലേക്ക് വൈറ്റിന് ക്വീന് വെച്ചും റൂക്ക് വെച്ചും കൺട്രോൾ ഉള്ളതുകൊണ്ട് റൂക്ക് വെച്ച് ഇങ്ങനൊരു ഫോർക്കും ചെക്ക് കൊടുത്തുകൊണ്ട് വൈറ്റിന് ഇപ്പോഴും നല്ലൊരു അറ്റാക്കിനുള്ള സാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ ഗുഗേഷ് ഇപ്പോൾ അങ്ങനെ ഒരു അറ്റാക്കിലേക്ക് പോകുന്നില്ല. ഇവിടെ സ്വന്തം കിങ്ങിൻ്റെ സേഫ്റ്റിയുടെ പരിഗണിക്കുകയാണ്. അതായത് ഇപ്പോൾ ഇവിടെ വൈറ്റിൻ്റെ ക്വീനിന് മൂവ് ചെയ്യാൻ അധികം സ്കോറുകളൊന്നുമില്ല. മൂവ് ചെയ്യാൻ കഴിയുന്ന ഏകദേശം എല്ലാ സ്കോറുകളിലേക്കും ബ്ലാക്കിന് കൺട്രോൾ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ക്വീനെ തിരിച്ചുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ക്വീനെ വെച്ച് ഈ A7 പോണ വിട്ടെടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ വൈറ്റിന് വളരെ വേഗത്തിൽ തോൽക്കേണ്ടി വരും. ഈ വീഡിയോ പോസ്റ്റ് ശേഷം ബ്ലാക്കിന് ഇവിടെയുള്ള ഏറ്റവും നല്ല മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ശരിക്കും അടുത്ത 4 മൂവിൽ ചെക്ക് മേറ്റ് ആണ്. ആദ്യം
ക്വീൻ വെച്ച് C2 പോയിന്റ് എടുത്തുകൊണ്ട് ക്വീനിനെ സാക്രിഫൈസ് ചെയ്യാം. ഇത് ഫോഴ്സ് റിമൂവാണ്. ഇത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ അടുത്ത മൂവിൽ റൂക്കിനോട്ട് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മെറ്റ് ആവും. അതുകൊണ്ട് തന്നെ റൂക്ക് വെച്ച് ക്വീനോട്ട് വരും. ഈ സമയത്ത് അടുത്ത റൂക്ക് വെച്ച് ചെക്ക് വരും. ഈ റൂക്ക് വെച്ച് ബ്ലോക്ക് ആണെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആണ്. അടുത്ത റൂക്ക് ആ റൂക്കിനോട്ട് ചെക്ക് വരും. അപ്പോൾ എന്തായാലും ബ്ലോക്ക് ചെയ്യേണ്ടി വരും. അതോടെ ചെക്ക്മേറ്റ് ആവും. ഇങ്ങനെ വൈറ്റിൻ്റെ ക്വീൻ ഈ ഡയഗണൽ വിട്ട് പുറത്തെങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ ബ്ലാക്കിൻ്റെ ഭാഗത്തുനിന്നും ഇത്രയും സ്ട്രോങ് ആയിട്ടൊരു അറ്റാക്ക് വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഒരു അറ്റാക്കിലേക്ക് പോകുന്നതിന് പകരം ഗുഗേഷ് ആദ്യം B3 മൂവ് ചെയ്തത്. ഈ സമയത്ത് ബ്ലാക്ക് അടുത്ത റൂക്കിനെ കൂടെ E8 കൊണ്ടുപോയി D8 സ്ക്വയറിലേക്ക് ഒരു കൺട്രോളർ കൊണ്ടുവരുന്നു. അതിനുശേഷം വൈറ്റ് ക്വീൻ ഉപയോഗിച്ച് A7 പോണിനെ വെട്ടിയെടുക്കുന്നു. ഇപ്പോൾ കിങ്ങിന് മുജാൻ സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇപ്പോൾ ഈ ക്വീനെ സാക്രിഫൈസ് ചെയ്താലും വൈറ്റിനത് അക്സെപ്റ്റ് ചെയ്യാം. പിന്നീട് റൂക്ക് വെച്ച് ചെക്ക് വന്നാലും കിങ്ങിന് മുജാനുള്ള സ്പേസ് ഉണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് ക്വീനെ E6 തിരിച്ചുകൊണ്ടുപോയി വൈറ്റിൻ്റെ റൂക്കിനെയും G6 പോണിനെയും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ക്വീനെ D4 കൊണ്ടുവന്ന് ആ റൂക്കിനെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം ബ്ലാക്കിൻ്റെ പാസ്ഡ് പോണിനെയും അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ G6 പോയിന്റ് എടുക്കുകയാണെങ്കിൽ വൈറ്റിന് പാസ്ഡ് പോയിന്റ് എടുക്കാം. ബ്ലാക്ക് ഇവിടെ പാസ്ഡ് പോയിന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. വൈറ്റ് റൂക്കിനെ G5 കൊണ്ടുവന്ന് G6 പോയിന്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് ക്വീനെ E4 കൊണ്ടുവന്ന് വൈറ്റിൻ്റെ ക്വീൻ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ക്വീൻ വെച്ച് ക്വീൻ ഇട്ടുന്നു. ബ്ലാക്ക് റൂക്ക് വെച്ച് തിരിച്ചുവിട്ടുന്നു. ഈ സമയത്ത് വൈറ്റ് റൂക്കിനെ F5 കൊണ്ടുവന്ന് ഈ പാസ്ഡ് പോയിന്റിനെ അറ്റാക്ക് ചെയ്തതോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കുകയായിരുന്നു. ബ്ലാക്ക് ഇപ്പോൾ റൂക്കിനെ E3 കൊണ്ടുവന്ന് ആ പോയിന്റിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചാലും അടുത്ത റൂക്ക് F1 വന്ന് ആ പോണിനെതിരെ വീണ്ടും അറ്റാക്ക് വരും. അല്ലാതെ ഇവിടെ പോണിനെതിരെ അറ്റാക്ക് വരുമ്പോൾ റൂക്ക് വെച്ച് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുത്താലും റൂക്കിൽ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാം. അതിനുശേഷം അടുത്ത റൂക്ക് വെച്ച് ആ പോണിനെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും. ഇനി എൻഡ് ഗെയിമിൽ വൈറ്റിന് 2 പോണുകൾ കൂടുതലുണ്ട്. അതിൽ 3 പോണുകൾ കിങ്ങിൻ്റെ സപ്പോർട്ടോട് കൂടിയ കണക്റ്റഡ് പോണുകളാണ്. സമയം നോക്കുകയാണെങ്കിൽ വൈറ്റിന് ബ്ലാക്കിനേക്കാൾ ഒരുപാട് സമയം കൂടുതലുണ്ട്. ഇതെല്ലാം മനസ്സിലായിക്കൊണ്ടാവും റൂക്ക് വെച്ച് പാസ്ഡ് പോണിനെതിരെ അറ്റാക്ക് വന്നപ്പോൾ തന്നെ ബ്ലാക്ക് തോൽവി സമ്മതിച്ചത്. 9 റൗണ്ടുകൾ അവസാനിക്കുമ്പോൾ 15 പോയിന്റുമായിട്ട് കാൾസൺ ഒന്നാമതും 14.5 പോയിന്റുമായിട്ട് ഗുഗേഷ് തൊട്ട് പിന്നിൽ രണ്ടാമതുമുണ്ട്. 10ാം റൗണ്ടിൽ ഗുഗേഷും ഫാബിയാനോ കരുവനാനും തമ്മിലാണ് മത്സരം. ഇതിൽ ഗുഗേഷ് വിജയിക്കുകയും കാൾസനും അർജുൻ എൻഡുഗേസും തമ്മിലുള്ള ഗെയിമിൽ അർജുൻ വിജയിക്കുകയോ അല്ലെങ്കിൽ ഒരു സമനില നേടുകയോ ചെയ്യുകയാണെങ്കിൽ ഗുഗേഷിന് ചാമ്പ്യനാകാം. അല്ലാതെ കാൾസൺ തോൽക്കുകയും വേയ്ക്കെതിരെ ഹിക്കാരു നാക്കാമുറ വിജയിക്കുകയാണെങ്കിൽ നാക്കാമുറ ചാമ്പ്യനാകും. ഇനി കാൾസനും ഗുഗേഷും നാക്കാമുറയും തോൽക്കുകയും ഫാബിയാനോ കരുവണ വിജയിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഫാബിയാനോ ചാമ്പ്യനാകും. ഇങ്ങനെ എന്തുകൊണ്ടും 10ാം റൗണ്ട് ടൂർണമെൻറ്റിലെ ഏറ്റവും ആവേശകരമായിട്ടുള്ള റൗണ്ടായി മാറിയിരിക്കുകയാണ്. 10ാം റൗണ്ടിലെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.